ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. എടാ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇറാഷണൽ നമ്പർ എന്നുള്ളത് പല മക്കൾക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ഒരു ഡെസിമൽ വാല്യൂ ഇല്ലാത്ത നമ്പറിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് √2, അതുപോലെ തന്നെ √3, അതുപോലെ തന്നെ √5. അല്ല സാറേ, √4 എവിടെ പോയി? √4 എക്സാക്ട് ആയിട്ടുള്ള വാല്യൂ ഉണ്ടടാ. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. എക്സാക്ട് വാല്യൂ ഇല്ലാത്ത നമ്പേഴ്സിന് പറയുന്ന പേരാണ്. ഇപ്പൊ 1.14 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് അവസാനിക്കാൻ പോകുന്നില്ല, ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ നമ്പേഴ്സിന് പറയുന്ന പേരാണ് എന്ത്, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് √2 ഉണ്ട്, √3 ഉണ്ട്, √5 ഉണ്ട്, √6 ഉണ്ട്, അങ്ങനെ 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 പോയിക്കൊണ്ടേയിരിക്കും. ഈ റൂട്ടുകളല്ലാതെ നമുക്ക് പൈ എന്ന് പറയുന്ന നമ്പറും നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ് പെടുത്താറുള്ളത്. ഇതിന് പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്ത് നമ്പേഴ്സ് ഇതിന് പറയാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കിയേ, ഇതിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഡീഷനും സബ്സ്ട്രാക്ഷനും നോക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു തേങ്ങയുണ്ട് ഈ കയ്യിൽ, മറ്റൊരു കയ്യിൽ ഒരു മാങ്ങയുണ്ടെന്ന് വിചാരിക്കുക. ഈ തേങ്ങയും ഈ മാങ്ങയും കൂടി കൂട്ടിയാൽ തെമ്മാങ്ങാവോ? രണ്ടും കൂടി മിക്സ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? മിക്സ് ആയിട്ട് വായിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഒരിക്കലും കണക്ക് കൂട്ടുന്ന സമയത്ത് എന്താക്കരുത്, മിക്സ് ആക്കി അലമ്പാക്കാൻ പാടില്ല. ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 മാംഗോ, 2 മാങ്ങ, മാങ്ങ അല്ലേ സാറേ, മാംഗോ. 2 മാംഗോ പ്ലസ് 3 കോക്കനറ്റ് എത്രയാണ്? കോക്കനറ്റ്. 2 മാംഗോയും 2 കോക്കനറ്റും കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെയായിരിക്കും? ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അല്ലേ? ആൻസർ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും അല്ലേ? ഇതുപോലെയാണ് ഇറാഷണൽ നമ്പേഴ്സിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും വരുന്നത്. ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ √2ഉം √3യും ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക √2 പ്ലസ് √3 എന്ന് തന്നെയാണ്. ഒരു കാരണവശാലും ഇത് കൂട്ടാൻ പാടില്ല. മറ്റൊരു എക്സാമ്പിൾ സാറ് കാണിച്ചു തരാം. ഇപ്പൊ √2 പ്ലസ് √2 ആണെങ്കിൽ ഇത് ഒരേ ഐറ്റാ, തേങ്ങയും തേങ്ങയാ. ഒരു തേങ്ങ പ്ലസ് ഒരു തേങ്ങ, തേങ്ങ പ്ലസ് തേങ്ങ എത്രയാടാ? 2 തേങ്ങ എന്ന് പറയാം. ഇവിടെ തേങ്ങ വരും √2 ആയതുകൊണ്ട് ഞാൻ √2 എന്ന് ആൻസർ കൊടുക്കുന്നു. സിമ്പിൾ ആണോ? ഇനി നമ്മൾ √3 പ്ലസ് √3 ആണെങ്കിലോ, √3 പ്ലസ് √3 ആണെങ്കിൽ 2√3 എന്ന് ആൻസർ കിട്ടും. കുഴപ്പമുണ്ടോ? ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ഒന്ന് മാറാണ്. 5√2 പ്ലസ് 3√2 സെയിം ഐറ്റം ആണോ നോക്കുക. തേങ്ങയും തേങ്ങയും അല്ലെ, മാങ്ങയും മാങ്ങയാണോ നോക്കുക. ആണല്ലേ. 5 മാങ്ങ പ്ലസ് 3 മാങ്ങ, 5 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 8 മാങ്ങ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെയിം ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി സെയിം ഐറ്റം അല്ലെങ്കിലോ, 5√3 പ്ലസ് 2√3ക്ക് പകരം 2√2 ആണെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഒന്ന് തേങ്ങയാണ്, ഒന്ന് മാങ്ങയാണ്. തേങ്ങയും മാങ്ങയും കൂടി മിക്സ് അടിക്കാൻ പറ്റുമോ? ഇത് ജ്യൂസ് അടിക്കലല്ല. അതുകൊണ്ട് ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, 5√3 പ്ലസ് 2√2. എനിക്ക് പറയാനുള്ളത്, ചേർക്കാൻ പറ്റാത്തത് നമ്മൾ ചേർക്കരുത്, ചേർക്കാൻ പറ്റുന്നത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ചേർക്കാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്മേൽ വെറുതെ എന്താക്കരുത്, മെനക്കെട്ട് കുത്തിരിക്കരുത്. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ചേർക്കാൻ പറ്റുന്നതേ ചേർക്കാൻ പാടുള്ളൂ, ചേർക്കാൻ പറ്റാത്തത് നമ്മൾ എന്താക്കരുത്, ചേർക്കാൻ ശ്രമിക്കരുത്. ഇത് കുറയ്ക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്, ആഡ് ചെയ്യുമ്പോൾ മാത്രമല്ല കുറയ്ക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √3യിൽ നിന്നും ഞാൻ √2 കുറയ്ക്കാന്ന് പറയുമ്പോൾ 3, 2 കുറയ്ക്കാൻ പോകാൻ പാടില്ല. കാരണം എന്താ, ഒന്ന് തേങ്ങ ഒന്ന് മാങ്ങ. തേങ്ങയിൽ നിന്ന് മാങ്ങ കുറച്ചാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടൂല. അതുകൊണ്ട് തേങ്ങയും അങ്ങനെ തന്നെ അവിടെ വെച്ചിക്കുക, മാങ്ങ അങ്ങനെ തന്നെ അവിടെ വെച്ചിക്കുക. അതായത് √3യും അങ്ങനെ തന്നെ അവിടെ വെച്ചിക്കുക, √2ഉം അങ്ങനെ തന്നെ അവിടെ വെച്ചിക്കുക. വെറുതെ മാറ്റങ്ങൾക്ക് എന്താക്കരുത്, ശ്രമിക്കരുത്. നെക്സ്റ്റ് 3√3 മൈനസ് 2√3. ഇത് കുറയ്ക്കാൻ പറ്റുമോ? പറ്റും. കാരണം √3 എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. രണ്ടിലും തേങ്ങയാണ്. അതായത് 3 തേങ്ങയിൽ നിന്നും 2 തേങ്ങ എന്താക്കണം, കുറയ്ക്കണം. അപ്പൊ എത്ര തേങ്ങ ഉണ്ടാവും? 1 തേങ്ങ. ഇവിടെ തേങ്ങക്ക് പകരം എന്തായിരുന്നു? √3 ആണ്. ഈ തേങ്ങ അല്ലെങ്കിൽ മാങ്ങ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. സോ ഈ രീതിയിൽ ഒരുപോലുള്ളത് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. ഒരുപോലെ അല്ലാത്തതിനെ കുറിച്ച് നമ്മൾ എന്താക്കരുത്, ചിന്തിക്കാനേ പാടില്ല. സോ കമ്മിങ് ബാക്ക് 5√2ൽ നിന്നും ഞാൻ 3√2 കുറയ്ക്കാൻ പറ്റുമോ? 5 മാങ്ങയിൽ നിന്നും 3 മാങ്ങ കുറയ്ക്കുന്നു. 5 മാങ്ങയിൽ നിന്നും 3 മാങ്ങ കുറച്ചാൽ എത്രയാടാ? യെസ്, ഇറ്റ് ഈസ് 2 മാങ്ങ, 2√2 എന്ന ആൻസർ കിട്ടും. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ 3√3യിൽ നിന്നും ഞാൻ 2√2 കുറയ്ക്കാൻ പറ്റുമോ?
പറ്റില്ല. കാരണം എന്താ, ഒന്ന് മാങ്ങയാണ്, ഒന്ന് തേങ്ങയാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ആൻസർ എത്രയായിരിക്കും? 3√3 - 2√2. ഇറാഷണൽ നമ്പറിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പുറത്തുള്ളവര് പുറത്താ, ഉള്ളിലുള്ളവർ ഉള്ളിലും. എങ്ങനാ? പുറത്തുള്ളവർ പുറത്ത്, ഉള്ളിലുള്ളവൻ ഉള്ളിലുള്ളവർ ഉള്ളിൽ. സംഭവം എത്രയേ ഉള്ളൂ. പുറത്തുള്ളവർ പുറത്തേക്ക്, ഉള്ളിലുള്ളവർ ഉള്ളിലേക്ക്, അത്രേ പരിപാടിയുള്ളൂ. ഇതാ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മക്കളെ മനസ്സിലേക്ക് വരേണ്ടത് ഇതാണ്. പുറത്തുള്ളവർ പുറത്ത് നിൽക്കും, ഉള്ളിലുള്ളവർ ഉള്ളിൽ നിൽക്കും. അതായത് ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3√3 × 2√5 എന്ന ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. ഇവിടെ റൂട്ടിന്റെ പുറത്തുള്ള ആൾക്കാരില്ലേ, 3ഉം 2ഉം, അത് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2. ഉള്ളിലോ, ഉള്ളിലുള്ളവർ 3 × 5, ഉള്ളിൽ 3ഉം 5ഉം ഉള്ളത്. സോ ഉള്ളിലുള്ളവർ ഉള്ളിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും പറഞ്ഞേ? 3 × 2 6 ആണ്, ഇൻറ്റു റൂട്ടിന്റെ ഉള്ളിൽ ആരാണ്? 3ഉം 5ഉം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്ത്. സോ √15 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? റൂട്ടിനുള്ളിൽ, പുറത്തുള്ളവർ പുറത്ത്. അടുത്ത എക്സാമ്പിൾ പറഞ്ഞേ. 2√5 × 5√3 എന്ത് ചെയ്യും? റൂട്ടിന്റെ പുറത്തുള്ള ആൾക്കാർ 2ഉം 3 ആണ്. ആരൊക്കെയാണ്? 2ഉം 5ഉം ആണ്. 2ഉം 5ഉം ആണ്. റൂട്ടിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? 5ഉം 3ഉം ഉണ്ട്. 5 × 3 അപ്പൊ എന്ത് വരും? പുറത്ത് 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. റൂട്ടിനുള്ളിൽ 5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ ആൻസർ കിട്ടി. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, റൂട്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാർ റൂട്ടിന്റെ ഉള്ളിലും പുറത്തുള്ള ആൾക്കാർ പുറത്തുമാക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഡിവിഷന്റെ കേസിലേക്ക് വരുമ്പോൾ, നമുക്ക് 10ാം ക്ലാസ്സിൽ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ പറയുന്ന ഇറാഷണൽ നമ്പേഴ്സ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അവിടെയുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. 8 / √2. ഈ ഇറാഷണൽ നമ്പർ അടിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ കുറച്ച് പ്ലേസിന്റെ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി. നമ്മൾ ഈ പറയുന്ന റൂട്ടിന് അടിയിൽ വെച്ച് ഇങ്ങനെ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 8 / √2 എന്നോ, അല്ലെങ്കിൽ 8ന് പകരം 9 / √3 എന്നോ, 12 / √3 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20 / √5 എന്നോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഈ √2ഉം √3 ആണ് നമുക്ക് 10ാം ക്ലാസ്സിൽ ഉണ്ടാവുക. ഈവൻ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പഠിക്കുകയാണ്. ഈ പറയുന്ന രൂപത്തിൽ ഇറാഷണൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നുള്ളതാ? വളരെ സിമ്പിളാണ്. ഇവിടെ അടിയിലുള്ള നമ്പർ ഏതാണ്? ഇറാഷണൽ നമ്പർ ഏതാ നോക്കുക. ഏതാണ്? √2 ആണ്. അതുകൊണ്ട് മോളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. 8 × √2 എത്ര? 8√2 ഡിവൈഡഡ് ബൈ, ഈ √2 × √2 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2 ആണ്. അതായത് √a × √a, സെയിം നമ്പറിന്റെ റൂട്ടിലുള്ള നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ ആണ് ആൻസർ കിട്ടുക. സോ √2 × √2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരും? √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതാക്കി. ഇവിടെ 8 / 2. 8 / 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ബാക്കി അവിടെ √2 കൂടിയാണുള്ളത്. സോ ദ ആൻസർ ഈസ് 4√2. അടിപൊളിയല്ലേ? ഇനി നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 9 / √3 നമ്മൾ എന്താക്കണം എന്നറിയോ? ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ ഇൻറ്റു √3. മുകളിലും താഴത്തും √3നെ കൊണ്ട് എന്താക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ വരിക? 12 √3 ഡിവൈഡഡ് ബൈ, അടിയിലെ √3 × √3 എത്രയാടാ? 3 ആണ്. സോ 12ൽ എത്ര 3 ഉണ്ട്? 4√3 എന്ന ആൻസർ കിട്ടും. സെറ്റ് അല്ലേ? സർ അടുത്ത ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വരുന്നതാണ്. 120 ആക്കുന്നുണ്ട് കേട്ടോ. 120 / √5. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു √5 ഡിവൈഡഡ് ബൈ √5 എന്ന് ചെയ്യാം. മുകളിലും താഴത്തെ √5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം √5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്താ ആൻസർ വരിക? 120 √5 ഡിവൈഡഡ് ബൈ √5 × √5 എത്രയാ? 5 ആണ്. 120ൽ എത്ര 5 ഉണ്ട്? 2 4 24 √5 എന്ന് ആൻസർ കിട്ടും. ഈ ഒരു ഡിവിഷനാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ ആവശ്യമുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. സാർ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട്, ശരിക്കും ഇത് 4ാമത്തെ 5ാമത്തെയും ചാപ്റ്ററിലൊക്കെ ആവശ്യമുള്ള കോൺസെപ്റ്റുകളാണ്. അതൊക്കെ വളരെ കൃത്യമായിട്ട്, വളരെ സെറ്റായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക്
ആയിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും റിപ്ലൈസും അതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എടുത്ത് ഷോർട്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പം അതുവരേക്കും സാർ പോട്ടെ. യെസ്, ഇറ്റ്സ് മീ സെറിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം RKNX. ബൈ, സീ യു ലേറ്റർ.